നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. FC ബാഴ്സലോണ ആരാധകർ ഇപ്പോൾ വലിയ സന്തോഷത്തിലാണ്. അന്താരാഷ്ട്ര ലെവലിലുള്ള ബാഴ്സ പേജുകളൊന്ന് നോക്കുക. എക്സിലൊക്കെയുള്ള കുറേ ബാഴ്സലോണയുടെ ന്യൂസൊക്കെ തരുന്ന പേജുകളുണ്ട്. അതിലൊക്കെ നോക്കുക, റാഫീഞ്ഞയുടെ പേര് വെച്ച് ആഘോഷമാണ്. മോസലേക്ക് ഇനി ബാലൻഡിയോർ കിട്ടില്ല, റാഫീഞ്ഞ തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട കാൻഡിഡേറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവരുടെ പോസ്റ്റുകളൊക്കെ വരുന്നത്. അവർ റാഫീഞ്ഞയെ ആഘോഷിക്കുന്നു. ലോകത്തെ ഏറ്റവും മികച്ച താരം ഞങ്ങളുടെ കൂടെയാണ്, ഞങ്ങളുടെ ടീമിലാണെന്നൊക്കെ പറയുന്നു. ഇത് കാണുമ്പോൾ ഒരു കാര്യം അത്തരം പേജുകളും അത്തരം ഫാൻസിനോടൊക്കെ തിരിച്ചു പറയാൻ തോന്നുന്നുണ്ട്. മറ്റൊന്നുമല്ല, നിങ്ങൾ റാഫീഞ്ഞയോട് ഒരു മാപ്പ് പറയാൻ ബാധ്യസ്ഥരാണ്. മറന്നിട്ടില്ല, മറക്കുകയുമില്ല. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് എന്തൊക്കെയാണ് നിങ്ങൾ പടച്ചു വിട്ടത്. റാഫീഞ്ഞയുടെ 11-ാം നമ്പർ ജേഴ്സി നിക്കോ വില്യംസിന് കൊടുക്കുന്നു. എന്നിട്ട് വില്യംസ് ജൂനിയർ എന്ന് പറഞ്ഞ് ജേഴ്സിയുടെ ചിത്രം അടിച്ചിറക്കിയവരാണ് നിങ്ങളിൽ പല ബാഴ്സ ഫാൻസും. മാത്രമല്ല, പറഞ്ഞത് എന്തൊക്കെയാണ്, അവൻ്റെ ബ്രസീലിയൻ പാസ്പോർട്ട് ഒന്ന് ചെക്ക് ചെയ്യണം, അവൻ ശരിക്ക് അങ്ങനെയുള്ള പ്ലെയർ തന്നെയാണോ നോക്കണം, നിക്കോ വില്യംസ് റാഫീഞ്ഞയേക്കാൾ ബെറ്ററാണ്, നിക്കോ വില്യംസ് മതി, ഹീസ് നോട്ട് ബാഴ്സാസ് ലെവൽ, ബാഴ്സയുടെ ലെവലിലുള്ള കളിക്കാരനല്ല ആര്, റാഫീഞ്ഞ, ഓവർ റേറ്റഡ്, ഫ്ലോപ്പ്. ഇങ്ങനെ പ്രചരിപ്പിച്ചവരാണ്. ഇത് റാഫീഞ്ഞയും കണ്ടു. നമ്മൾ വെറുതെ അങ്ങ് അടിച്ചു വിടുകയില്ലെന്നേ. റാഫീഞ്ഞ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളോട് പ്രതികരിച്ചു. എപ്പോൾ? ബയൺ മ്യൂണിക്കിനെതിരെയുള്ള യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരം ഓർമ്മയില്ലേ? അതിനു മുമ്പ് കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ കൃത്യമായിട്ട് റാഫീഞ്ഞ പറഞ്ഞു, അതെന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ടീമിന് വേണ്ടി കളിക്കുമ്പോൾ, ഈ ടീമിന് വേണ്ടി സർവ്വം സമർപ്പിക്കുമ്പോൾ സപ്പോർട്ടാണ് പ്രതീക്ഷിക്കുന്നത്, ഇങ്ങനെയുള്ള ഇൻസൾട്ട് അല്ലെന്ന്. ആ മനുഷ്യൻ്റെ മനസ്സ് നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം അന്ന് പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടി അങ്ങ് ഓർമ്മിപ്പിക്കാം. അന്ന് നമ്മളത് വീഡിയോ ചെയ്താൽ വീണ്ടും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അന്ന് റാഫീഞ്ഞ പറഞ്ഞു, ഞാൻ കണ്ടു ആ പോസ്റ്റുകൾ, എൻ്റെ ഷർട്ടിന് പകരം അതിൽ മറ്റൊരു താരത്തിൻ്റെ പേര് എഴുതിയത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ ചിന്തിച്ചത്, ഇതെന്ത് തരം ജോക്കാണ്. തീർച്ചയായിട്ടും ഡിസ്റെസ്പെക്റ്റ്ഫുൾ എന്ന ഒരു തോന്നലാണ് എനിക്കുണ്ടായിട്ടുള്ളത്. അപമാനിച്ചു എന്ന് തന്നെയാണ്. ആളുകൾ ഇവിടെ കളിക്കുന്ന താരങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം. ഞങ്ങൾ ഇവിടെ ഉള്ളത് ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഈ ക്ലബിന് വേണ്ടി കൊടുക്കാനും ക്ലബിന് വേണ്ടി ഫൈറ്റ് ചെയ്യാനും വേണ്ടിയാണ്. അത്തരത്തിലുള്ള ഫോട്ടോകൾ കാണുമ്പോൾ അതൊരിക്കലും എന്നെ സംബന്ധിച്ചിടത്തോളം അത് നൈസായിട്ട് തോന്നുന്നില്ല. അത് ലാക്ക് ഓഫ് റെസ്പെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അത് ആ മൊമെൻറ്റിൽ എൻ്റെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്, അതെന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് അന്ന് റാഫീഞ്ഞ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് റാഫീഞ്ഞ നിങ്ങൾക്ക് മുത്താണ്, ഇന്ന് റാഫീഞ്ഞ നിങ്ങൾക്ക് ചക്കരയാണ്, ഇന്ന് റാഫീഞ്ഞ നിങ്ങൾക്ക് ബാലൻഡിയോർ കണ്ടൻഡറാണ്. അന്ന് ചെയ്തതിന് ഒരു മാപ്പെങ്കിലും നിങ്ങൾ പറയടേ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.